ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. സമൂഹത്തിൽ തഴയപ്പെടുന്ന ഭിന്നശേഷിക്കാർക്ക് ആശ്വാസവും തണലുമേകുകയാണ് പുതുതായി ആരംഭിക്കുന്ന പദ്ധതികൾ. ഈ പദ്ധതികൾ കാര്യക്ഷമമായി നടക്കുന്നതോടെ ഭിന്നശേഷിക്കാർക്ക് കൂടുതൽ സൌകര്യങ്ങളും ഫലവുമാണ് ലഭിക്കുക. കോഴിക്കോട്ട് ആരംഭിക്കുന്ന CRC കെട്ടിടത്തിന് അനുവദിക്കുമെന്ന് പറഞ്ഞ കേന്ദ്ര സർക്കാർ സഹായം ഒരു മുതൽക്കൂട്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. RSS CPM സംഘർഷത്തെ തുടർന്ന് ഇരുവിഭാഗവും നടത്തിയ ഹർത്താൽ പൂർണ്ണം. സിവിൽ പോലീസ് ഓഫീസർ ഷാജിയെ ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആക്ഷൻ കമ്മിറ്റി. നൌഷാദിനെയും കുടുംബത്തെയും അപമാനിക്കുന്നതിലൂടെ വെള്ളാപ്പള്ളി നടേശൻ വർഗീയതയുടെ തനിരൂപം പ്രകടമാക്കിയതായി പിണറായി വിജയൻ. വിശദമായ വാർത്തകളിലേക്ക്. നൌഷാദിനെയും കുടുംബത്തെയും അപമാനിക്കുന്നതിലൂടെ വെള്ളാപ്പള്ളി നടേശൻ വർഗീയതയുടെ തനിരൂപം പ്രകടമാക്കിയതായി പിണറായി വിജയൻ. വെള്ളാപ്പള്ളിയുടെ ജൽപ്പനങ്ങൾ ശ്രീനാരായണീയരും സമൂഹവും അവജ്ഞയോടെ മാത്രമേ കാണുകയുള്ളൂവെന്നും പിണറായി വിജയൻ കോഴിക്കോട് പറഞ്ഞു. നൌഷാദിന്റെ വീട് സന്ദർശിച്ചതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വർഗീയ വികാരം ഇളക്കിവിടുമാറുള്ള ആക്ഷേപങ്ങളാണ് ഇദ്ദേഹം തുടർച്ചയായി ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നൌഷാദിനെ അപഹസിക്കാൻ വെള്ളാപ്പള്ളി തയ്യാറായിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശന്റെ ജൽപ്പനങ്ങൾ കേരളത്തിലെ മതനിരപേക്ഷ സമൂഹമാകെ പൂർണ്ണ അവജ്ഞയോടെ തള്ളിക്കളയുകയാണ്. RSS പ്രവർത്തകർക്ക് നേരെയുണ്ടായ അക്രമത്തിൽ പ്രതിഷേധിച്ച് BJP നേതൃത്വത്തിൽ ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ ഹർത്താൽ ആചരിച്ചു. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. വാഹനഗതാഗതം തടസ്സപ്പെട്ടു. ഹർത്താൽ അനുകൂലികൾ ജില്ലയിലെ വിവിധയിടങ്ങളിൽ പ്രതിഷേധ പ്രകടനം നടത്തി. വാഴയൂരിൽ CPM ലോക്കൽ കമ്മിറ്റി ആഹ്വാനം ചെയ്ത ഹർത്താലും പൂർണ്ണമായിരുന്നു. വാഴയൂർ പുതുക്കോടുണ്ടായ CPM BJP സംഘടനത്തിന്റെ തുടർച്ചയായി ചുങ്കത്തെ ആശുപത്രിയിൽ RSS നേതാക്കളെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് BJP പ്രഖ്യാപിച്ച 12 മണിക്കൂർ ഹർത്താൽ പൂർണ്ണം. ബേപ്പൂർ നിയോജക മണ്ഡലത്തിലും വാഴയൂർ പഞ്ചായത്തിലുമായിരുന്നു ഹർത്താൽ. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. വാഹന ഗതാഗതവും തടസ്സപ്പെട്ടു. ചുരുക്കം ചില ഇരുചക്ര വാഹനങ്ങളും അവശ്യ സർവീസുകളുമാണ് നിരത്തിലിറങ്ങിയത്. ചിലയിടങ്ങളിൽ ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞിട്ടു. ബേപ്പൂരിലും നഗരത്തിലും ഹർത്താൽ നടത്തിയ BJP നേതൃത്വം പ്രതിഷേധ പ്രകടനവും നടത്തി. RSS ജില്ലാ ശാരീരിക് ശിക്ഷൺ പ്രമുഖ് ചെറുവണ്ണൂർ സ്വദേശി KP ജനീൽകുമാർ, രാമനാട്ടുകര നഗർ സംഘചാലക് O അപ്പുക്കുട്ടൻ, കാര്യവാഹ് പെരുമുഖം പഴങ്കണ്ടത്തിൽ ബൈജു എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ജനീൽകുമാറിനെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് നഗരത്തിലും പ്രതിഷേധ പ്രകടനം നടന്നു. നഗരം ചുറ്റിയ പ്രകടനം കിഡ്സങ്കോണ പരിസരത്ത് സമാപിച്ചു. RSS സംസ്ഥാന സമിതി അംഗം P ഹരീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. BJP ജില്ലാ പ്രസിഡന്റ് P രഘുനാഥ്, BMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് K ഗംഗാധരൻ, സംസ്ഥാന സെക്രട്ടറി P ജിജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. വാഴയൂരിൽ CPM ലോക്കൽ കമ്മിറ്റിയും ഹർത്താലിന് ആഹ്വാനം ചെയ്തിരുന്നു. പുതുക്കോട് CPM ആക്രമണത്തിലും കാരാട് BJP ഓഫീസ് തകർത്തതിലും പ്രതിഷേധിച്ചാണ് വാഴയൂരിൽ BJP ഹർത്താൽ പ്രഖ്യാപിച്ചത്. CPM രാമനാട്ടുകര ലോക്കൽ കമ്മിറ്റി അംഗവും രാമനാട്ടുകര സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ വിജയൻ P മേനോൻ, വൈദ്യരങ്ങാടി ബ്രാഞ്ച് അംഗം കുനിക്കാട്ട് ഗിരീഷ് ബാബു എന്നിവർക്കും അക്രമത്തിൽ പരിക്കേറ്റിരുന്നു. രാമനാട്ടുകരയിലും വാഴയൂരും ചുങ്കത്തും ബേപ്പൂരിലും വൻ പോലീസ് സന്നാഹമാണ് നിലയുറപ്പിച്ചിട്ടുള്ളത്. സിവിൽ പോലീസ് ഓഫീസർ ഷാജിയെ ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആക്ഷൻ കമ്മിറ്റി. അല്ലാത്തപക്ഷം കമ്മീഷണർ ഓഫീസ് മാർച്ച് ഉൾപ്പെടെ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. 17 വർഷമായി കേരള പോലീസിൽ സേവനമനുഷ്ഠിച്ച ഉദ്യോഗസ്ഥരാണ് ഷാജി AP. 2015 നവംബർ 27-ാം തീയതി അദ്ദേഹം ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. കേസന്വേഷണത്തിന്റെ ഭാഗമായി വാട്സാപ്പിൽ മേലുദ്യോഗസ്ഥന് കൈമാറേണ്ട ഒരു ചിത്രം അബദ്ധവശാൽ ഗ്രൂപ്പ് മാറി അയച്ചുപോയി.
ഉടൻ തന്നെ ഈ തെറ്റ് മനസ്സിലാക്കിയ ഷാജി ഇത് കൈത്തെറ്റ് സംഭവിച്ചതാണെന്നും ഗ്രൂപ്പ് മാറിപ്പോയതാണെന്നും പോസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ ഈ ഗ്രൂപ്പിന്റെ അഡ്മിനിസ്ട്രേറ്ററായ രാജീവ് പി മേനോൻ നൽകിയ പരാതി പ്രകാരം കൃത്യമായ അന്വേഷണം നടത്തുകയോ ഷാജിയുടെ വാദം കേൾക്കാൻ തയ്യാറാവുകയോ ചെയ്യാത്ത നടപടി ക്രമങ്ങൾ പാലിക്കാതെ തിടുക്കത്തിൽ ഷാജിയെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. കൂടാതെ ഈ വിവരം മാധ്യമങ്ങൾക്ക് നൽകുകയും ഷാജിക്കെതിരായി മാധ്യമങ്ങൾ അപകീർത്തികരമായ വാർത്തകൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. നവംബർ 26 രാവിലെ ലഭിച്ച പരാതി പ്രകാരം തിടുക്കപ്പെട്ട് അന്നേ ദിവസം തന്നെ സസ്പെൻഷൻ ചെയ്ത നടപടി ഏറെ ദുരൂഹതയുയർത്തുന്നുവെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. ആ വാർത്ത പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കാരണമായി എന്ന് പറയുന്നില്ല. ആത്മഹത്യാക്കുറിപ്പിൽ ആ വാർത്ത സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായ നിയമ നടപടികൾ ആ വിഷയത്തിൽ നടക്കണം. അല്ലാതെ നാളെ മനോരമ പത്രം അല്ലെങ്കിൽ മാതൃഭൂമി പത്രം അല്ലെങ്കിൽ ചാനൽ മൊത്തം എതിരാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പത്രസഭ വിളിക്കാനില്ലല്ലോ. ചോദ്യപ്പെടുത്ത ഉദ്യോഗസ്ഥരോടൊപ്പം അത് ചോദ്യം വാങ്ങിയ ആളോട് ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. നാടിനു വേണ്ടി സേവനം നടത്തുന്ന ഒരു ഉദ്യോഗസ്ഥനുണ്ടായ ഈ ദുരനുഭവത്തിന് ഉത്തരവാദികളായ പോലീസ് കമ്മീഷണർ PA വത്സൻ, സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ PT ബാലൻ, കൂടാതെ ഷാജിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിച്ച രാജീവ് പി മേനോൻ, ഷാജിയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ വാർത്ത വളച്ചൊടിച്ച് പ്രസിദ്ധീകരിച്ച പത്രലേഖകൻ എന്നിവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. എയ്ഡ്സിനെതിരെ ബോധവൽക്കരണവുമായി കോഴിക്കോട് വിദ്യാർത്ഥികൾ റാലി സംഘടിപ്പിച്ചു. വേദവ്യാസ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ MBA വിദ്യാർത്ഥികളാണ് നഗരത്തിൽ റാലി നടത്തിയത്. വേദവ്യാസ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ വിദ്യാർത്ഥികളാണ് ഇത്തരമൊരു പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയത്. എയ്ഡ്സിനെക്കുറിച്ച് സമൂഹം അറിയേണ്ട കാര്യമുണ്ടെന്നും ഇതിനായി ബോധവൽക്കരണം നടത്തണമെന്ന തിരിച്ചറിവുമാണ് പ്ലക്കാർഡുകളേന്തി വിദ്യാർത്ഥികൾ നഗരത്തിലിറങ്ങാൻ കാരണം. ബീച്ചിൽ നിന്നാരംഭിച്ച റാലി മാനാഞ്ചിറയിൽ സമാപിച്ചു. സമാപന പരിപാടിയിൽ പ്രൊഫസർ ശോഭീന്ദ്രൻ എയ്ഡ്സിനെക്കുറിച്ച് സംസാരിച്ചു. എയ്ഡ്സിനെക്കുറിച്ച് രോഗിയും സമൂഹവും ബോധവാന്മാരാകേണ്ടതുണ്ട്. സമൂഹത്തിന്റെ മിഥ്യാധാരണകൾ മാറണം. കൂടാതെ പുതിയൊരു വ്യത്യസ്ത തലത്തിലേക്ക് ചിന്തിക്കാൻ സമൂഹത്തിനെ പ്രേരിപ്പിക്കുകയുമാണ് വേദവ്യാസ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ MBA വിദ്യാർത്ഥികളുടെ ലക്ഷ്യം. വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപകരും റാലിയിൽ പങ്കുചേർന്നു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് HOD അശ്വിനി, അസ്ന, വേദവ്യാസ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ചെയർമാൻ വിജയകുമാരൻ നായർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. കുത്തഴിഞ്ഞ ജീവിതവും സുരക്ഷിതമല്ലാത്ത ലൈംഗികതയും എയ്ഡ്സിലേക്ക് നയിക്കുന്നു എന്ന മുന്നറിയിപ്പ് നൽകുകയാണ് ദി ഫ്ലെയിം എന്ന ഹ്രസ്വചിത്രം. കോഴിക്കോടൻ കൂട്ടായ്മയിൽ പിറന്ന ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചത് രാജേഷ് മാങ്കാവാണ്. AS പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ രേണു S നായർ, അനൂപ് നെങ്ങാളി എന്നിവർ നിർമ്മിച്ച ഹ്രസ്വചിത്രമാണ് ദി ഫ്ലെയിം. കുത്തഴിഞ്ഞ ജീവിതവും സുരക്ഷിതമല്ലാത്ത ലൈംഗികതയും എയ്ഡ്സിലേക്ക് നയിക്കുന്നു എന്ന മുന്നറിയിപ്പാണ് ചിത്രം നൽകുന്നത്. HIV ബാധിതനോടും കുടുംബത്തോടും സമൂഹം കാണിക്കുന്ന അവഗണനയും മിഥ്യാധാരണകളും ചിത്രം വിശദീകരിക്കുന്നതോടൊപ്പം ആത്മഹത്യയോ അടച്ചിരിക്കലോ അല്ല, പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നേറുക എന്ന സന്ദേശത്തോടെയാണ് ചിത്രം അവസാനിക്കുന്നത്. ഓട്ടോയാണ് ഓടിക്കുന്ന റോഡിലൂടെയും. രാജേഷ് മാങ്കാവ് രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രത്തിൽ സതീഷ് അമ്പാടി മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. ശ്രീജിത്ത്, രാജൻ, നസ്രുൽ ഹഖ്, കൃഷ്ണദാസ്, പ്രവീണ, ബീന, മീനു, ഇംഹാൻ ഫാത്തിമ എന്നിവർ അഭിനയിക്കുന്ന ചിത്രത്തിൽ ക്യാമറ നിർവഹിച്ചിരിക്കുന്നത് ക്രിസ്റ്റി ജോർജാണ്. അനൂപ് നെങ്ങാളി എഡിറ്റിംഗും കൺസൂൽ വെള്ളിമാടുകുന്ന് സൌണ്ട് ഇഫക്ട്സും പ്രബീഷ് മേക്കപ്പും നിർവഹിച്ചു. ശരിയാണ്, ഇങ്ങനെ അടച്ചിരുന്ന പോരാ, എനിക്ക് പോരാടണം. ഇനിയൊരാൾക്കും ഇങ്ങനെ സംഭവിച്ചുകൂടാ. സമൂഹത്തിന് പുതിയ തിരിച്ചറിവായിരിക്കും ചിത്രത്തിലൂടെ ലഭ്യമാകുകയെന്ന് അണിയറ പ്രവർത്തകരും പറയുന്നു. നഗരത്തിൽ വീണ്ടും അഗ്നിബാധ. തിങ്കളാഴ്ച രാവിലെ 11:30 തളി ശിവക്ഷേത്രത്തിലാണ് തീപിടുത്തമുണ്ടായത്. പ്രസാദമുണ്ടാക്കുന്ന തിടപ്പള്ളിയിൽ നിന്നാണ് തീ പടർന്നത്. ബീച്ച് ഫയർ സ്റ്റേഷനിൽ നിന്നും തീയണപ്പ് സംഘം എത്തി ഇടപെട്ടതിനെ തുടർന്നാണ് വലിയ അപകടം ഒഴിവായത്. തീപിടുത്ത വിവരം അറിഞ്ഞ് നിരവധി പേരാണ് ക്ഷേത്രത്തിന് ചുറ്റും തടിച്ചുകൂടിയത്. കൂടുതൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വാർത്തകളിൽ ഒരിടവേള. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്.
വടകര, കണ്ണൂർ. പ്രപഞ്ചം നാരായണ ട്രാവൽസ് ചുരുങ്ങിയ ചിലവിൽ ശബരിമല യാത്ര ഓൺലൈൻ ദർശനത്തോടുകൂടി വൃശ്ചികം 1 മുതൽ പടിപൂജ വരെ ദിവസേന പ്രസാദ, താമസ, ഭക്ഷണ സൗകര്യങ്ങളോടുകൂടി യാത്ര പുറപ്പെടുന്നു. ഡിസംബർ മുതൽ കരിമല യാത്ര. ശബരിമല ദർശനം കഴിഞ്ഞ് മടക്കം പുൽമേട് വഴി മധുര, തിരുപ്പുറകുണ്ടം, പഴനി വഴി പ്രത്യേക യാത്ര. ശ്രീ ശബരിമലമേലുദിക്കുന്ന നിർധനരായ 251 സ്വാമിമാർക്ക് സൗജന്യ യാത്ര. വിശദ വിവരങ്ങൾക്കും ബുക്കിംഗിനും ഓഫീസുമായോ അടുത്തുള്ള ഏജൻസിയുമായോ ബന്ധപ്പെടുക. ഫോൺ 0495-270-3872. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആഘോഷിക്കുന്നു 22 സുവർണ വർഷങ്ങൾ നിങ്ങൾക്കൊപ്പം. ഓരോ 30,000 രൂപയുടെ പർച്ചേസിനുമൊപ്പം സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ നേടൂ സ്വർണ്ണ നാണയങ്ങൾ. ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ ഗോൾഡ് ബാറുകൾ സമ്മാനം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. സേനയിൽ നിന്നും വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് യാത്രയയപ്പ് നൽകി. സിറ്റി പോലീസ് കമ്മീഷണർ PA വത്സൻ ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. കഴിഞ്ഞ ദിവസം മരണമടഞ്ഞ സേനാംഗം ഷാജിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് ചടങ്ങ് ആരംഭിച്ചത്. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ, കേരള പോലീസ് അസോസിയേഷൻ, കോഴിക്കോട് സിറ്റി പോലീസ് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് ഗ്രൂപ്പ് എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് സർവീസിൽ നിന്നും വിരമിച്ച ഷാജി CG, ഹരിദാസൻ, പ്രകാശൻ, മുരളീധരൻ, അശോകൻ, രാജൻ, രാധാകൃഷ്ണൻ, ശശിധരൻ എന്നിവർക്ക് യാത്രയയപ്പ് നൽകിയത്. അന്തരിച്ച സേനാംഗമായിരുന്ന ഷാജിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് ചടങ്ങ് ആരംഭിച്ചത്. ഒരു തെറ്റ് പറ്റിയാൽ അത് ഏറ്റു പറയുക എന്നുള്ളത്, ഒരു തെറ്റ് പറ്റിപ്പോയി തെറ്റാണെന്ന് പറയുക. ഏത് തെറ്റിനും ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ മേലിലൊരിക്കലും ആവർത്തിക്കുകയില്ല എന്ന പ്രതിജ്ഞ ചെയ്യുക. മഹാത്മജി പോലും പറഞ്ഞിട്ടുണ്ട്, മേലിലൊരിക്കലും അപരാധം ചെയ്യുകയില്ല എന്ന പ്രതിജ്ഞയോടുകൂടി കേവലം നിർവ്യാജമായി സാമാന്യ മര്യാദയുള്ള ഒരാളുടെ മുമ്പാകെ സ്വമേധയാ ചെയ്യുന്ന കുറ്റസമ്മതമാണ് ഏറ്റവും വലിയ പ്രായശ്ചിത്തം നമ്മുടെ പോലീസുകാരൻ ചെയ്തിട്ടുള്ളത്. അത് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ അദ്ദേഹം വീട്ടിൽ പോയി, കാരണം അടുത്തു തന്നെ എനിക്ക് തിരിച്ചു കയറാൻ പറ്റുമെന്നുള്ള വിശ്വാസം. അദ്ദേഹത്തിന് പറ്റിയ തെറ്റ് സ്വകാര്യമായി സൂക്ഷിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ആരും അത് അറിയാൻ പാടില്ല. കാരണം മജ്ജയും മാംസവുമുള്ള ചെറുപ്പക്കാരൻ, അച്ചടക്കമുള്ള പോലീസ് സേനാംഗം, എല്ലാ തരത്തിലും, ഞാനിത് വൈകാരികമായി പറയുന്ന പ്രശ്നമല്ല, ഒരു കേസ് അന്വേഷിക്കുന്ന കാര്യത്തിലായിക്കോട്ടെ, അതുപോലെ തന്നെ ഡ്യൂട്ടി ചെയ്യുന്ന കർമ്മരംഗത്തെ കാര്യമായിക്കോട്ടെ, അതുപോലെ തന്നെ കമ്പ്യൂട്ടറിലുള്ള അവബോധമായിക്കൊള്ളട്ടെ, എല്ലാ രംഗത്തും കഴിവുള്ള ഒരു പോലീസുകാരൻ. സിറ്റി പോലീസ് കമ്മീഷണർ PA വത്സൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. രാജസ്ഥാനിൽ നിന്ന് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുവന്ന് പീഡിപ്പിച്ച കേസിൽ 2 പേർ മലപ്പുറം തിരൂർ പോലീസിന്റെ പിടിയിലായി. രാജസ്ഥാൻ കരോലി സ്വദേശികളായ ഋഷികേശ്, KP റാം എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. രാജസ്ഥാൻ മണ്ടാപരി ജില്ലക്കാരായ ഛേത്രി, ഋഷികേഷ് എന്നിവരെയാണ് തിരുനാവായയിലെ മുട്ടിക്കാട്, കാരത്തൂർ എന്നിവിടങ്ങളിൽ വെച്ച് തിരൂർ പോലീസ് പിടികൂടിയത്. പിന്നീട് പ്രതികളെ രാജസ്ഥാൻ പോലീസിന് കൈമാറി. രാജസ്ഥാൻ സ്വദേശിനിയായ 19-കാരിയെ 5 പേർ ചേർന്ന് തട്ടിക്കൊണ്ടുപോയി കേരളത്തിലെ പലയിടങ്ങളിലും വെച്ച് പീഡിപ്പിച്ചുവെന്നാണ് കേസ്. സംഭവത്തിനു ശേഷം പ്രതികൾ പലയിടങ്ങളിലായി ഒളിവിൽ താമസിച്ചു വരികയായിരുന്നു. രാജസ്ഥാൻ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ 2 പ്രതികൾ കേരളത്തിലുണ്ടെന്നും ഇവർ മലപ്പുറത്തെ തിരുനാവായിൽ ഒളിവിൽ കഴിയുകയാണെന്നും വിവരം ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തിരൂർ SI സുമേഷ് സുധാകറുമായി രാജസ്ഥാൻ പോലീസ് ബന്ധപ്പെടുകയും SI പ്രതികളെ തന്ത്രപരമായി പിടികൂടുകയുമായിരുന്നു. രാജസ്ഥാനിലെ മണ്ടവാരി സ്റ്റേഷൻ പരിധിയിൽ നിന്ന് അവിടുന്ന് ഒരു തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തെന്ന് പറയുന്ന ഒരു കുറ്റം ചെയ്തിട്ട് അവർ നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ കാരത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിട്ട് അവർ സെന്ററിങ്ങിന്റെ പണി, ടൈലിന്റെ വർക്കൊക്കെ ആയിട്ട് അന്യസംസ്ഥാന തൊഴിലാളികളോടെ അവരുടെ ക്വാർട്ടേഴ്സിൽ താമസിക്കുകയായിരുന്നു. പിടിക്കപ്പെടാതിരിക്കാൻ 2 പ്രതികളും 2 ഭാഗങ്ങളിലായാണ് ഒളിവിൽ കഴിഞ്ഞിരുന്നത്. ടൈൽസ്, മാർബിൾ ജോലി ചെയ്യുന്ന അസം സ്വദേശികൾക്കിടയിൽ നിന്നാണ് പ്രതികളെ തന്ത്രപരമായി പിടികൂടിയത്. കേസിൽ 3 പ്രതികളെ കൂടി പിടികൂടാനുണ്ടെന്ന് രാജസ്ഥാൻ പോലീസ് അറിയിച്ചു. പ്രതികളെ 2 പേരെയും രാജസ്ഥാൻ പോലീസിന് ഉച്ചയോടെ കൈമാറി. വിശ്രമജീവിതം വർണ്ണങ്ങളിൽ ചാലിച്ചെടുക്കുകയാണ് കൗമുദി ടീച്ചർ. മലാല മുതൽ ഗ്രാമീണ കാഴ്ചകളും മ്യൂറൽ ചിത്രങ്ങളും നിറഭേദങ്ങളില്ലാതെ വിവിധ മാധ്യമങ്ങളിൽ ടീച്ചർ സാക്ഷാത്കരിക്കുകയാണ്. മകൻ ശ്രീജിത്തും കുടുംബവും പൂർണ്ണ പിന്തുണയുമായി ടീച്ചർക്കൊപ്പമാണ്. കൗമുദി ടീച്ചറുടെ വിശ്രമജീവിതം നിറക്കോട്ടുകളിലാണ്. കീഴൂർ AIP സ്കൂൾ അധ്യാപികയായിരുന്ന ടീച്ചർ വിരമിച്ചതിനു ശേഷമാണ് ചിത്രരചനകളുടെ ലോകത്തേക്ക് കടന്നുവന്നത്. വീടിന്റെ ചുവരിൽ അലങ്കരിച്ച ചിത്രങ്ങൾ പുനരാവിഷ്കരിച്ചത് താനാണെന്ന് വിശ്വസിക്കുവാൻ
കാഴ്ചക്കാർക്ക് പ്രയാസമുണ്ടെന്ന് ടീച്ചർ പറയുന്നു. കൃഷ്ണൻ മോഹിനി വേഷത്തിൽ വാൽക്കണ്ണടിയിൽ നോക്കുന്നതും ശകുന്തളയും തോഴിയും തച്ചോളി പെരുമ പുലർത്തിയ കളരിപ്പയറ്റ്, മണിപ്പൂരി നൃത്തങ്ങൾ, സിനിമാ താരം തിലകൻ, നോബൽ സമ്മാന ജേതാവ് മലാല, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാർഷിക പെരുമയുടെ ചിത്രങ്ങൾ തുടങ്ങി നിരവധിയാണ് ചിത്രങ്ങൾ ചായക്കൂട്ടുകളിലൂടെ പുനർജനിക്കുന്നത്. ഈ പണ്ടുകാലത്ത് നാട്ടിൻപുറങ്ങളിലൊക്കെ സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്ന ഒരു കാഴ്ചയാണിത്. ഈ അച്ഛൻ തേങ്ങ പറിക്കാൻ പോകുമ്പോൾ മകന് ചായയും കൊണ്ട് പിന്നാലെ പോകുന്ന ആ ഒരു രംഗം പണ്ട് സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്നതാണ്. ഇന്നത്തെ കാലത്താണെങ്കിൽ ഇതൊരു അപൂർവമായിട്ട് മാത്രം കാണുന്നൊരു കാഴ്ചയാണിത്. പെൺകുട്ടികൾക്ക് വേണ്ടി, പെൺകുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാടിയ ഒരു വനിതയാണ്. വനിത എന്ന് പറഞ്ഞുകൂടാ, ഒരു പെൺകുട്ടിയാണ് ഈ മലാല. അപ്പം അവര് ഇത്രയും ഒരുപാട് എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് അത്രയും മുന്നേറാൻ കഴിഞ്ഞു. അങ്ങനെയുള്ളൊരു പറഞ്ഞാല് നമുക്കെല്ലാം ഉള്ളിൽ തട്ടുന്ന ഒരു പെൺകുട്ടിയാണ്, ഉള്ളിൽ തട്ടുന്ന ഒരു വികാരം ഉണ്ടാക്കുന്ന ഒരു പെൺകുട്ടി. ചിത്രകല പഠിച്ചിട്ടില്ലെങ്കിലും കഴിഞ്ഞ 7 വർഷമായി നിറങ്ങളിൽ ചാലിച്ചെടുത്ത ജീവിതമാണ് ടീച്ചറുടേത്. വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ഭർത്താവിന്റെയും മകന്റെയും നിർബന്ധം കൂടിയായപ്പോൾ തുടങ്ങിയതാണ് ചിത്രരചന. വരകൾ പൂർത്തിയാകുമ്പോൾ സംതൃപ്തി തോന്നി തുടങ്ങി. ഗ്രാഫിക് ഡിസൈനറായ മകൻ ശ്രീജിത്ത് അമ്മയ്ക്ക് പ്രോത്സാഹനം നൽകി. ക്യാൻവാസ് ഒരുക്കാനും സ്റ്റാൻഡും ബോർഡും ഒരുക്കിയും ശ്രീനിലയത്തിന്റെ ചുവരുകൾ നിറയെ ചിത്രങ്ങളായി. എണ്ണച്ചായ ചിത്രങ്ങൾ കൂടാതെ ഗ്ലാസ് പെയിന്റിംഗും ഫാബ്രിക് പെയിന്റിംഗും അക്രിലിക് രീതിയുമെല്ലാം ടീച്ചർ വശമാക്കി കഴിഞ്ഞു. വലിയ ക്യാൻവാസിൽ വരച്ച ചിത്രങ്ങളുടെ വാണിജ്യ സാധ്യതകളെ പറ്റിയൊന്നും ഇവർ ചിന്തിക്കുന്നില്ല. റിയലിസ്റ്റിക് ചിത്രങ്ങൾ വരയ്ക്കാനാണ് താല്പര്യം. കൂടുതൽ ഇഷ്ടം രവിവർമ്മ ചിത്രങ്ങളോടാണ്. ഇത്തരം ഒരു ചിത്രം പൂർത്തിയാക്കാൻ 20 ദിവസമെങ്കിലും വേണം. വർണ്ണങ്ങളിൽ ചാലിച്ചെടുത്ത 60ഓളം ചിത്രങ്ങൾ വിസ്മയ കാഴ്ചയാണ്. തന്റെ ചിത്രങ്ങളുടെ പ്രദർശനം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് ടീച്ചർ. കോഴിക്കോട് പൌരാവലിയുടെ ആഭിമുഖ്യത്തിൽ മേയർ VKC മുഹമ്മദ് കോയയ്ക്കും ഡെപ്യൂട്ടി മേയർ മീരാ ദർശകനും മറ്റ് കൌൺസിലർമാർക്കും സ്വീകരണം നൽകി. മന്ത്രി ഡോക്ടർ MK മുനീർ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോടിന്റെ പുരോഗതിക്ക് എല്ലാവരും ഒറ്റക്കെട്ടാണെന്ന് സ്വീകരണം തെളിയിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് കോർപ്പറേഷന്റെ പുതിയ സാരഥികൾക്ക് പൌരാവലിയുടെ ഹൃദ്യമായ സ്വീകരണം. വിവിധ സാമൂഹിക, വാണിജ്യ, വ്യാപാര സംഘടനകളുടെ കൂട്ടായ്മയാണ് മേയർ VKC മുഹമ്മദ് കോയ, ഡെപ്യൂട്ടി മേയർ മീരാ ദർശക്, കൌൺസിലർമാർ എന്നിവർക്ക് വരവേൽപ്പ് നൽകിയത്. നഗരവികസനത്തിനുള്ള പുതിയ കാഴ്ചപ്പാടുകളും പദ്ധതികളുമായി മുന്നേറുന്ന പുതിയ കൌൺസിലിന് ഭാവുകങ്ങൾ അർപ്പിച്ചു. വികസന പ്രവർത്തനങ്ങൾക്ക് എല്ലാവരുടെയും പിന്തുണയും നിർദ്ദേശങ്ങളും മേയർ VKC അഭ്യർത്ഥിച്ചു. കാലിക്കറ്റ് അവരിൽ നടന്ന സ്വീകരണ സമ്മേളനം മന്ത്രി MK മുനീർ ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ജനറൽ കൺവീനർ AK നിഷാദ് പരിചയപ്പെടുത്തി. സ്വാഗത സംഘം ചെയർമാൻ MP അഹമ്മദ് അധ്യക്ഷനായിരുന്നു. INS പ്രസിഡന്റ് PV ചന്ദ്രൻ ഉപഹാരം സമ്മാനിച്ചു. മുൻ മേയർ പ്രൊഫസർ AK പ്രേമജം, CP കുഞ്ഞു മുഹമ്മദ് എന്നിവർ പൊന്നാടി അണിയിച്ചു. ഷഫിയ C. ചാക്കുണ്ണി, വേൾഡ് മലയാളി കൗൺസിൽ. ശ്രീ സജിത് A. പ്രദീപ് കുമാർ MLA, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TP ദാസൻ, DCC പ്രസിഡന്റ് KC അബു, CPI ജില്ലാ സെക്രട്ടറി TV ബാലൻ, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി NC അബൂബക്കർ, ചലച്ചിത്ര നിർമ്മാതാവ് PV ഗംഗാധരൻ, ജനതാദൾ S ജില്ലാ ജനറൽ സെക്രട്ടറി PT ആസാദ്, NCB നേതാവ് പ്രൊഫസർ ജോബ് കാട്ടൂർ, കാലിക്കറ്റ് ചേംബർ പ്രസിഡന്റ് P ഗംഗാധരൻ, ഗ്രേറ്റർ മലബാർ ഇനീഷ്യേറ്റീവ് ജനറൽ സെക്രട്ടറി റോഷൻ കൈനടി, സ്വാഗത സംഘം വർക്കിംഗ് ചെയർമാൻ അബ്ദുള്ള മാളിയേക്കൽ, കൺവീനർ K. വിജയരാഘവൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ മജീഷ്യൻ പ്രദീപ് ഹുഡിന മാന്ത്രിക സന്ദേശവും നൽകി. ഡെപ്യൂട്ടി മേയറും മറുപടി പ്രസംഗം നടത്തി. ഖാദി മേഖലയെ നിലനിർത്താൻ സർക്കാർ ഇടപെടണമെന്ന് MK രാഘവൻ MP. സർവോദയ സംഘം എംപ്ലോയീസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഖാദി കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർവോദയ സംഘം എംപ്ലോയീസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഖാദി കോൺഫറൻസ് സംഘടിപ്പിച്ചു. നളന്ദയിൽ നടന്ന പരിപാടി MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. M. രാജൻ അധ്യക്ഷം വഹിച്ചു. MK അനന്തരാമൻ, PM സുരേഷ് ബാബു, എറണാകുളം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് BA അബ്ദുൾ മുത്തലീഫ്, ജില്ലാ പഞ്ചായത്ത് അംഗം VD ജോസഫ്, കൌൺസിലർ PM നിയാസ്, K. അനന്തൻ നായർ, P. ഹരീഷ് ബാബു, N. കൃഷ്ണകുമാരൻ, M. പരമേശ്വരൻ, CP ശിവദാസ്, KV വിജയമോഹനൻ എന്നിവർ സംസാരിച്ചു. ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് M. വീരാൻകുട്ടി കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. പള്ളിക്കര V. ഗോപാലൻ സ്മാരക പുരസ്കാരം ഗാന്ധി പീസ് ഫൗണ്ടേഷൻ പ്രസിഡന്റ് കൃഷ്ണമൂസിന് ജില്ലാ പഞ്ചായത്ത് അംഗം VD ജോസഫ് നൽകി. ഡോക്ടർ ആർസു, KC രാമചന്ദ്രൻ, V. മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. വാർത്തകളിൽ ഒരിടവേള കൂടി. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. അച്ഛാ
എനിക്ക് കല്യാണത്തിന് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്. For you, forever. Apollo Gold. കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് താലൂക്ക് കള്ളുചെത്ത് തൊഴിലാളി യൂണിയൻ CITU 44 വാർഷിക സമ്മേളനം CITU ജില്ലാ പ്രസിഡന്റ് VP കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമനിധി ബോർഡിന്റെ പണം നിബന്ധനകളില്ലാതെ സർക്കാർ ദുരുപയോഗം ചെയ്യുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. കോഴിക്കോട് താലൂക്ക് ചെത്തുതൊഴിലാളി യൂണിയൻ 44 വാർഷിക സമ്മേളനം ചെത്തുതൊഴിലാളി യൂണിയൻ ഓഫീസിൽ നടന്നു. CITU ജില്ലാ പ്രസിഡന്റ് VP കുഞ്ഞികൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അനധികൃത നീരജത്തിനെതിരെയും ക്ഷേമനിധി ബോർഡിന്റെ പണം നിബന്ധനകളില്ലാതെ സർക്കാർ ദുരുപയോഗം ചെയ്തതിനെതിരെയും ശക്തമായ പ്രതിഷേധം ഉയർന്നു വരണമെന്ന് VP കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. അന്ന് സ്വാമി വിവേകാനന്ദനോട് ഒന്ന് കേരളം സന്ദർശിക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ കേരളം ഒത്തുകൂടാത്തതിന്റെയും വീട്ടിൽ കൂടാത്തതിന്റെയും ചെയ്യപ്പെട്ട ദോഷമുള്ളതിന്റെയും നാടാണ് കേരളം. ഒരു മതഭ്രാന്താരികമാണ് എന്നാണ് സ്വാമി വിവേകാനന്ദൻ. T. ദാസൻ അധ്യക്ഷനായിരുന്നു. KK മോഹനൻ, K. ഗണേശൻ, KR ഷാജി, PA ചന്ദ്രശേഖരൻ എന്നിവർ സംസാരിച്ചു. ബേക്കേഴ്സ് അസോസിയേഷൻ കേരള ആഭിമുഖ്യത്തിൽ ബേക്ക് ഫാമിലി മീറ്റ് സംഘടിപ്പിച്ചു. ടാഗോർ ഹാളിൽ മീറ്റിനോടനുബന്ധിച്ച് നടന്ന ബേക്ക് മിനി എക്സ്പോ A. പ്രദീപ് കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ബേക്കേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ എല്ലാ ബേക്കറികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ബേക്ക് ഫാമിലി മീറ്റ് സംഘടിപ്പിച്ചു. ടാഗോർ സെന്റർ ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ ബേക്ക് ജില്ലാ പ്രസിഡന്റ് MP രമേശ് അധ്യക്ഷം വഹിച്ചു. പഞ്ചായത്ത് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ ബേക്ക് ഫാമിലി മീറ്റ് ഉദ്ഘാടനം ചെയ്തു. ബേക്ക് മിനി എക്സ്പോ A. പ്രദീപ് കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ബേക്ക് സംസ്ഥാന പ്രസിഡന്റ് PM ശങ്കരൻ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന സെക്രട്ടറി AK മുഹമ്മദ് ഫൈസിർ, റോയൽ നൌഷാദ്, ശ്രീനിവാസൻ, NK മുഹമ്മദ് അലി, സുജിത്ത്, രഞ്ജിത്ത്, ജില്ലാ സെക്രട്ടറി O. വേലായുധൻ, സ്വാഗത സംഘം ജനറൽ കൺവീനർ N. സുഗുണൻ, AK ജുനൈസ് എന്നിവർ സംസാരിച്ചു. വത്സൻ പീലിക്കോട് കുടുംബവും കാലവും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. തുടർന്ന് V4Uവിന്റെ മിമിക്സ് പരേഡും ഗാനമേളയും അരങ്ങേറി. ഓട വൃത്തിയാക്കുമ്പോൾ അപകടത്തിൽപ്പെട്ട തൊഴിലാളികളെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ മരിച്ച ഓട്ടോ ഡ്രൈവർ നൌഷാദിനെ അവഹേളിച്ചതിൽ പ്രതിഷേധിച്ച് ഓട്ടോ തൊഴിലാളികൾ വെള്ളാപ്പള്ളി നടേശന്റെ കോലം കത്തിച്ചു. CITU ഓട്ടോ സെക്ഷൻ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രകടനം നടത്തിയ ശേഷമാണ് കോലം കത്തിച്ചത്. പാളയത്തെ മാൻഹോൾ ദുരന്തത്തിൽ അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ മരണപ്പെട്ട ഓട്ടോ ഡ്രൈവർ നൌഷാദിനെ അപമാനിക്കുന്ന തരത്തിൽ വെള്ളാപ്പള്ളി നടേശൻ പ്രസ്താവന നടത്തിയെന്നാരോപിച്ചാണ് CITU സിറ്റി ഓട്ടോ സെക്ഷന്റെ ആഭിമുഖ്യത്തിൽ നഗരത്തിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. പ്രവർത്തകർ നഗരത്തിൽ പ്രകടനം നടത്തി. CITU മോട്ടോർ സെക്ഷൻ സിറ്റി വൈസ് പ്രസിഡന്റ് A. മുഹമ്മദ് കോയ ഉദ്ഘാടനം നിർവഹിച്ചു. നടേശൻ ആർക്കു വേണ്ടിയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം. RSSന് വേണ്ടി ഈ ജാഥ തിരുവനന്തപുരത്തെത്തിയാൽ ഉടനെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ പുതിയ പാർട്ടി ഉണ്ടാക്കുമെന്നുള്ളിടത്തോളാണ് പറഞ്ഞിട്ടുള്ളത്. മുഹമ്മദ് മുസ്താഖ് അധ്യക്ഷത വഹിച്ചു. TV നൌഷാദ്, ഷംസീർ, യാസിർ അറാഫത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. CITU പ്രവർത്തകർ കിഡ്സൺ കോർണർ പരിസരത്ത് വെള്ളാപ്പള്ളി നടേശന്റെ കോലം കത്തിച്ചു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എംപവർമെന്റ് ഓഫ് പേഴ്സൺസ് വിത്ത് മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ് ഭിന്നശേഷിയുള്ളവർക്കായി നടത്തിയ സഹായ ഉപകരണ വിതരണ ക്യാമ്പ് കേന്ദ്രമന്ത്രി താവർചന്ദ് ഗെഹ്ലോട്ട് ഉദ്ഘാടനം ചെയ്തു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എംപവർമെന്റ് ഓഫ് പേഴ്സൺസ് വിത്ത് മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ് ഭിന്നശേഷിയുള്ളവർക്കായി നടത്തിയ സഹായ ഉപകരണ വിതരണ ക്യാമ്പ് കേന്ദ്രമന്ത്രി താവർചന്ദ് ഗെഹ്ലോട്ട് ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്കായി തിരുവനന്തപുരത്ത് അടുത്ത വർഷം സർവകലാശാല ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി താവർചന്ദ് ഗെഹ്ലോട്ട് പറഞ്ഞു. ഒരേ സമയം 4000 വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സൌകര്യമുണ്ടാകും. മികച്ച രീതിയിൽ പഠനം പൂർത്തിയാക്കുന്നവർക്ക് വിദേശത്ത് തുടർപഠനത്തിന് സൌകര്യമൊരുക്കും. വികലാംഗർക്കായി യൂണിവേഴ്സിറ്റിയിൽ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കും. ഭിന്നശേഷിയുള്ളവർക്കുള്ള സംവരണം വർദ്ധിപ്പിക്കും. കോഴിക്കോട് CRBC ബിൽഡിംഗ് നവീകരണത്തിനായി 19 കോടി രൂപ അനുവദിച്ചു. ഭിന്നശേഷിയുള്ളവർക്കായുള്ള പ്രത്യേക ബിൽ പാർലമെന്റിന്റെ പരിഗണനയിലാണെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു.
ഭിന്നശേഷിക്കാർക്കായി 3 ദിവസം നീണ്ടുനിൽക്കുന്ന ഉപകരണ വിതരണ ക്യാമ്പാണ് സംഘടിപ്പിച്ചത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭിന്നശേഷിയുള്ളവർക്കായി 4 കോടി രൂപ വിലയുള്ള ഉപകരണങ്ങൾ ഡിസംബർ 1 വരെ നീളുന്ന ക്യാമ്പിൽ വിതരണം ചെയ്യും. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ആലിംകോ ആണ് ഉപകരണങ്ങൾ നൽകുന്നത്. ട്രൈസൈക്കിൾ, ഹിയറിംഗ് എയ്ഡ്, വീൽചെയർ തുടങ്ങിയ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. ചടങ്ങിന്റെ ഭാഗമായി കോഴിക്കോട് നഗരത്തെ തടസ്സരഹിത നഗരമാക്കുമെന്ന് മന്ത്രി എം കെ മുനീർ പ്രഖ്യാപിച്ചു. സ്വപ്നനഗരിയിൽ നടന്ന ചടങ്ങിൽ എം കെ രാഘവൻ എം പി അധ്യക്ഷം വഹിച്ചു. എ പ്രദീപ് കുമാർ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി, കേന്ദ്ര സാമൂഹ്യനീതി വകുപ്പ് സെക്രട്ടറി ലവ് വർമ്മ, വകുപ്പ് ജോയിന്റ് സെക്രട്ടറി അവിനീഷ് കെ അവാസ്തി, കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PV നാരായണൻ, CRC ഡയറക്ടർ ഡോക്ടർ റോഷൻ ബിജ്ലി, BJP ജില്ലാ പ്രസിഡന്റ് P രഘുനാഥ്, ജില്ലാ കളക്ടർ N പ്രശാന്ത് എന്നിവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സിന്റെ സാന്ത്വന സന്ദേശയാത്രയ്ക്ക് കോഴിക്കോട് BM ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വീകരണം നൽകി. സമൂഹത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്കും മാരകരോഗങ്ങൾ പിടിപെട്ടവർക്കും സഹായമെത്തിക്കുകയാണ് സാന്ത്വന സന്ദേശയാത്രയുടെ ലക്ഷ്യം. സമൂഹത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്കും മാരകരോഗങ്ങൾ പിടിപെട്ടവർക്കും സഹായഹസ്തവുമായി കേരള സ്റ്റേറ്റ് ഭാരത് സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ സാന്ത്വന സന്ദേശയാത്ര യൂണിറ്റുകളുടെ മേൽനോട്ടത്തിൽ രക്ഷിതാക്കളിൽ നിന്ന് ആഴ്ചയിൽ ₹1 എന്ന ക്രമത്തിൽ 1 വീക്ക് 1 രൂപ പദ്ധതി പ്രകാരം സ്വരൂപിച്ചാണ് ഇത്തരം സഹായങ്ങൾ നൽകുന്നത്. 27-ന് കാസർഗോഡ് നിന്നും ആരംഭിച്ച യാത്ര ഡിസംബർ 8-ന് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ റീജിയണൽ ക്യാൻസർ സെന്ററിലേക്ക് ആംബുലൻസ് നൽകും. BM ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ 5000 രൂപ വീതം 6 പേർക്ക് സഹായം നൽകി. ആംബുലൻസ് വാങ്ങുന്നതിലേക്കായി ഇവിടെ നിന്ന് 30,000-ലേറെ രൂപയും കൈമാറി. സംസ്ഥാന ഓർഗനൈസിംഗ് കമ്മീഷണർ GK ഗിരീഷും സംസ്ഥാന സെക്രട്ടറി N പുഷ്പരാജും നയിക്കുന്ന ജാഥയെ CH മേൽപ്പാലത്തിന് സമീപത്തു നിന്ന് ബാൻഡ് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ജില്ലാ ഭാരവാഹികൾ സ്വീകരിച്ചു. യോഗം ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ M വീരാൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ M രാജൻ അധ്യക്ഷം വഹിച്ചു. K സലീം, സെക്രട്ടറി E ലീന, തുളസീധരൻ, KP അബ്ദുറഹിമാൻ എന്നിവർ സംസാരിച്ചു. ഗ്രാമീണ തപാൽ ജീവനക്കാരെ അവഗണിച്ച ജസ്റ്റിസ് മാധൂർ കമ്മീഷൻ റിപ്പോർട്ടിനെതിരായ പ്രക്ഷോഭം വിജയമാക്കാൻ NFPA കാലിക്കറ്റ് ഡിവിഷണൽ കൺവെൻഷൻ തീരുമാനിച്ചു. NFPA സംസ്ഥാന സെക്രട്ടറി PK മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമീണ തപാൽ ജീവനക്കാരെ അവഗണിച്ച ജസ്റ്റിസ് മാധൂർ കമ്മീഷൻ റിപ്പോർട്ടിനെതിരായ പ്രക്ഷോഭം വിജയമാക്കുവാൻ NFPA കാലിക്കറ്റ് ഡിവിഷണൽ കൺവെൻഷൻ തീരുമാനിച്ചു. NFPA സംസ്ഥാന സെക്രട്ടറി PK മുരളീധരൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. R ജൈനേന്ദ്രകുമാർ അധ്യക്ഷനായിരുന്നു. വനിതാ കൺവെൻഷൻ NFPA സംസ്ഥാന വനിതാ കമ്മിറ്റി കൺവീനർ C ലില്ലി ഉദ്ഘാടനം ചെയ്തു. GDS കൺവെൻഷൻ സർക്കിൾ പ്രസിഡന്റ് K നാരായണൻ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് HPO ക്ലബ് ഹാളിൽ നടന്ന കൺവെൻഷനിൽ T മിനി, P രമ, P രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കൺവെൻഷനോടനുബന്ധിച്ച് സർവീസിൽ നിന്ന് വിരമിച്ച ജീവനക്കാരെ ആദരിച്ചു. P ശിവദാസൻ ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. TK ശിവദാസൻ അധ്യക്ഷനായിരുന്നു. AP വിശ്വനാഥൻ, KP മുരളീധരൻ, VS സുരേന്ദ്രൻ, CK ഷിജീഷ് കുമാർ, P രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഇനി വാർത്തകൾ ചുരുക്കത്തിൽ. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. BSNL എംപ്ലോയീസ് യൂണിയൻ 8ാമത് സംസ്ഥാന സമ്മേളനം ഡിസംബർ 2, 3, 4 തീയതികളിലായി കോഴിക്കോട് ടാഗോർ ഹാളിൽ നടക്കും. ഡിസംബർ 2-ന് കാലത്ത് 10 മണിക്ക് CITU അഖിലേന്ത്യാ പ്രസിഡന്റ് AK പത്മനാഭൻ ഉദ്ഘാടനം ചെയ്യും. പ്രതിനിധി സമ്മേളനത്തിന് പുറമെ ട്രേഡ് യൂണിയൻ സമ്മേളനം, സാംസ്കാരിക സമ്മേളനം, വനിതാ സമ്മേളനം, പൊതുസമ്മേളനം എന്നിവയും 3 ദിവസങ്ങളിലായി നടക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. RSS CPM സംഘർഷത്തെ തുടർന്ന് ഇരുവിഭാഗവും നടത്തിയ ഹർത്താൽ പൂർണ്ണം. സിവിൽ പോലീസ് ഓഫീസർ ഷാജിയെ ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആക്ഷൻ കമ്മിറ്റി. നൌഷാദിനെയും കുടുംബത്തെയും അപമാനിക്കുന്നതിലൂടെ വെള്ളാപ്പള്ളി നടേശൻ വർഗീയതയുടെ തനിരൂപം പ്രകടമാക്കിയതായി പിണറായി വിജയൻ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.
ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.